ഞാനിപ്പോൾ ഉള്ളത് ഒരു ക്ലർക്കിൻ്റെ ലോഗിനിലാണ്. നമുക്ക് EL-ഉം HPL-ഉമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ EL-ഉം HPL-ഉം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരേ മാർഗത്തിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് എക്സാമ്പിളായിട്ട് EL എടുക്കാം. അതുപോലെ തന്നെയാണ് HPL-ഉം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു എംപ്ലോയിയുടെ EL എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ആദ്യത്തെ മാർഗമായ ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആ രീതിയിൽ എങ്ങനെ അയാളുടെ ലീവ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളതുകൊണ്ട് നേരെ സർവീസ് മാറ്റേഴ്സിൽ പോകുന്നു. സർവീസ് മാറ്റേഴ്സിൽ ലീവ് COF-OD പ്രോസസ്സിംഗ് എടുക്കുന്നു. അവിടെ ലീവ് അക്കൗണ്ട് പ്രോസസ്സിംഗ് ചെയ്യുകയാണേ. ഇവിടെ നോക്കുക, ഇത് അൺലോക്ക് ചെയ്തിട്ടില്ല, ലോക്ക്ഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോക്കായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ലീവ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, എംപ്ലോയിയെ സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്തു. EL-ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. HPL-ഉം EL-ഉം സെയിം തന്നെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്. നമുക്ക് ആദ്യം EL നോക്കാം. EL ഇവിടെ നോക്കുക, 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ്, ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ്, വർക്ക്ഔട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ഗവൺമെന്റ്. ഇത് രണ്ടും ആക്റ്റീവ് അല്ല. നോക്കിയേ, ഇത് നമുക്ക് രണ്ടും ആക്റ്റീവ് ആയിട്ടില്ല. ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് മാത്രമാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ രണ്ടാമത്തെ ഈ എൻ്റർ ഓപ്പണിംഗ് ബാലൻസും മൂന്നാമത്തെ വർക്ക്ഔട്ട് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ ഡേറ്റ് ഓഫ് ജോയിനിങ് വെച്ചിട്ടുള്ളതും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇവിടെ നോക്കുക, 16/4/2024 ഇദ്ദേഹത്തിന്റെ ലീവ് അവസാനമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് അന്ന് നമ്മളൊരു സറണ്ടർ മാറിക്കൊടുത്തിരുന്നു. അപ്പോൾ 16/4/24 ലീവ് അപ്ഡേറ്റ് ചെയ്തു എന്നുവരെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്ത്. 31/3/2024 വരെയുള്ള ലീവാണ് ഈ കാണുന്ന 88.27. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ദിവസം 16/4/2024. നമുക്കിപ്പോൾ ഇന്നാണ് നമ്മൾ ലീവ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് 26/4/2024. ഗോ കൊടുത്തു. ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ് 16/6/2020 ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരനാണത്. ടോട്ടൽ EL ഏൺഡ് ആഫ്റ്റർ 31/3/24. 31/3/24 അദ്ദേഹത്തിന്റെ ലീവ് അവസാനമായി ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 31/3/2024 വരെയുള്ള ലീവാണല്ലോ ഇദ്ദേഹത്തിന് ഇവിടെ കാണുന്നത്, 88.27. ആ 31/3/2024 ശേഷം ഈ 26/4/2024 വരെയുള്ള ദിവസങ്ങളെ, ഇപ്പോൾ പീരീഡ് ഓഫ് ഡ്യൂട്ടി ഫ്രം 31/3/2024 എത്രയാണ്? 26 വരെയായപ്പോൾ 26 ദിവസമുണ്ട്. ആ 26-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ 2.36. ഇനി ഈ 16/4/24 ഇദ്ദേഹത്തിന്റെ ലീവ് അവസാനമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. കാരണം അന്നാണ് സറണ്ടർ മാറിയത്. അതിനുശേഷം എന്തെല്ലാം ലീവ് അവൈൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഏൺ ലീവ് ചെയ്തിട്ടില്ല, ലീവ് വിത്തൗട്ട് അലവൻസ് ഇല്ല, മെറ്റേണിറ്റി ലീവ് ഇല്ല, പെറ്റേണിറ്റി ലീവ് ഇല്ല, ഡയസ്നോൺ ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം സ്പാർക്കിൽ ഉള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ഹാഫ് പേ ലീവ് എടുക്കുകയാണെങ്കിൽ അത് ഇതിൽ വരണമെന്നില്ല. എടുക്കുകയാണെങ്കിൽ നമ്മൾ ത്രൂ സ്പാർക്ക് ആയിരിക്കണം. ത്രൂ സ്പാർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലീവ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ പോലെ റൂൾ 113 പ്രകാരമുള്ള ഒരു ലീവ് ആപ്ലിക്കേഷൻ ഓഫീസിൽ കൊടുത്തു സർവീസ് ബുക്കിൽ മാത്രം അത് എഴുതി വെച്ചാൽ ഈ അപ്ഡേഷൻ ഇതിൽ വരില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ മറ്റ് 2 മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുന്നത്. അതിനുശേഷം എന്തൊക്കെ ലീവ് എടുത്തിട്ടുണ്ട്? ഡിസബിലിറ്റി ലീവ് ഇല്ല, കമ്മ്യൂണിറ്റി ലീവ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ സറണ്ടർ ലീവ് കിടപ്പുണ്ടല്ലേ, 30 ദിവസം. അപ്പോൾ അദ്ദേഹത്തിന് 30 ദിവസത്തെ സറണ്ടർ ഉണ്ട്. നമുക്കറിയാം 16/4/2024 നമ്മൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് സറണ്ടർ മാറിക്കൊടുത്തു. അപ്പോൾ 30, ഈ 30 ലീവ് ടോട്ടൽ ലീവിൽ നിന്നും കുറയ്ക്കും. ടോട്ടൽ ലീവ് എത്രയായി? 90.63. കാരണം ഇവിടെ 88.27 ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ 2.36 കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് 90.63. അതിൽ നിന്ന് ഈ 30 ലീവ് കുറച്ചു. അപ്പോൾ കിട്ടുന്നത് 60.63 ആണ്. ഇദ്ദേഹത്തിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേഷൻ വരുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലീവ് ബാലൻസ്ഡ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ്, മുൻ ബാക്കിയോടൊപ്പം ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ 90 പ്രോഗ്രസീവ് ക്രെഡിറ്റ് വന്നു, അതിൽ നിന്ന് 30 സറണ്ടർ കുറച്ചു, 60.63. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുന്നു. ഇനി നമുക്ക് ഏതെങ്കിലും ലീവ് എടുത്തതിന് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് ഫയൽ ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ അതിനെ സേവ് ചെയ്തിട്ടതിന് ശേഷം ആ PDF-നെ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ കൺഫേം ചെയ്യുകയാണ്. ആർ യു ഷുവർ ടു അപ്ഡേറ്റ് ദ ലീവ്? ഓക്കെ കൊടുത്തു.
ലീവ് റെക്കോർഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ EL ഒന്നുകൂടി എടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര ലീവ് കിടപ്പുണ്ട്? 60.63 ലീവ് കിടപ്പുണ്ട് അല്ലേ? 26/4/2024. അപ്പോൾ ഇതാണ് ആദ്യത്തെ മാർഗം. ഇനി നമുക്ക് രണ്ടാമത്തെ മാർഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മാർഗം ഏതാണ്? എൻഡർ ഓപ്പണിംഗ് ബാലൻസ് അല്ലെ? ഇത് തന്നെയാണ് ഹാഫ് പേ ലീവിലും ചെയ്തത്, മനസ്സിലാക്കുക. നമ്മൾ ഇനി രണ്ടാമത്തെ മാർഗമായി എൻഡർ ഓപ്പണിംഗ് ബാലൻസിലേക്ക് പോകുന്നു. ഇവിടെ ഞാനൊരു ജീവനക്കാരന്റെ ലീവ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയാണ്. ആദ്യം ഞാൻ സർവീസ് മാറ്റേഴ്സിൽ ലീവ് COF പ്രോസസ്സിംഗിൽ ലീവ് അക്കൗണ്ട് പ്രോസസ്സിംഗ് ഒരു ജീവനക്കാരനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ്, സ്ഥാപനം, ഞാനിവിടെ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ EL ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ EL അവസാനമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 26/12/2016 അന്ന് അദ്ദേഹത്തിന് 103 ലീവാണ് ഉള്ളത്. ഇപ്പോൾ 2024 ആയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് 8 വർഷത്തോളമായി ലീവ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് നോക്കും. അപ്പോൾ കിട്ടുന്ന ആ അപ്ഡേറ്റഡ് ഫിഗറും നമ്മൾ സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഫിഗറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും നോക്കണ്ട, അത് തന്നെ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് ഒന്ന് എടുക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക്. ഇദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ 31/3/2024 വരെയുള്ള ലീവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 181.44 31/3/2024. നമ്മുടെ സർവീസ് ബുക്കിലുള്ള ഇതേ എണ്ണം ലീവ് തന്നെ നമുക്ക് സ്പാർക്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ 181 എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു രീതിയും അവലംബിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 31/3/2024 ആസ് ഓൺ ഡേറ്റ് നമ്മളിവിടെ 31/3/2024 നമ്മൾ ഗോ കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണ് വേണ്ടത്? സർവീസ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന 181.44 ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നോക്കാം. ഗോ കൊടുക്കുന്നു. നെറ്റ് ക്രെഡിറ്റ് 164.09 ആണ്. തെറ്റല്ലേ? കാരണം നമ്മൾ സർവീസ് ബുക്കിൻ പ്രകാരം 31/3/2024 എത്ര വേണം? 181.44 വേണം. എന്നാൽ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കൊടുത്തപ്പോൾ 164.09 മാത്രമാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ലീവ് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് സ്പാർക്ക് കാൽക്കുലേഷനിൽ ഇവിടെയോ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മാർഗമായ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ആ ഓപ്ഷൻ എടുക്കുകയാണ്. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. നമ്മൾ ഏത് ഡേറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്? ഈ പറയുന്ന 31/3/2024 എന്ന് പറയുന്ന ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നത്തെ ഓപ്പണിംഗ് ബാലൻസ്, അല്ലെങ്കിൽ 1/4/2024, അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. 1/4 ഇതിന്റെ തൊട്ടടുത്ത ദിവസം 1/4/24 ഓപ്പണിംഗ് ബാലൻസായി നമ്മൾ ഈ 181.44 കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ നേരത്തെ കണ്ടത് ഫിഗറിൽ നിന്നും വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 164.09 എന്നുള്ള ആ മിസ്റ്റേക്ക് അവിടെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഓപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കാണുന്നില്ല. ഇങ്ങനെ തെളിഞ്ഞു കാണാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരു മാർഗം നോക്കുന്നത്. അതാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിങ്ങനെ ഇവിടെ നമുക്ക് എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തെളിഞ്ഞു കാണുമ്പോൾ ബാക്കി നമുക്ക് ആ ഒരു ഡേറ്റ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രണ്ട് അപ്ഡേഷൻസ് ഉണ്ടല്ലോ. ആദ്യത്തെ അപ്ഡേഷൻ നമ്മൾ നടന്നിരിക്കുന്നത് 1/4/15 വെച്ചിട്ട് 22/4/15 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷൻ ക്യാൻസൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ 31/10/2016 ആ അപ്ഡേഷനും ക്യാൻസൽ ചെയ്യണം. ഈ രണ്ട് അപ്ഡേഷനും നമ്മൾ ക്യാൻസൽ ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന്റെ ലീവിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ കാണുകയുള്ളൂ. ഈ രണ്ട് അപ്ഡേഷനും എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സർവീസ് മാറ്റേഴ്സിൽ ചെല്ലുന്നു. ലീവ് ഓഫ് OD പ്രോസസ്സിംഗ്, ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കണ്ടില്ലേ, നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഏതൊക്കെ കൊടുക്കണം?
2 അപ്ഡേഷൻ ഉണ്ട്. ഈ 2 എണ്ണവും നമ്മൾ ക്യാൻസൽ ചെയ്യണം. 1 by 1 ആയിട്ടാണ് ക്യാൻസൽ ചെയ്യാനുള്ളത്. രണ്ടും ഒരുമിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എംപ്ലോയിയെ സെലക്ട് ചെയ്യുകയാണ്. എംപ്ലോയിയെ സെലക്ട് ചെയ്തു. മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ള മുഴുവൻ ക്യാൻസലേഷൻ റിക്വസ്റ്റുകളും ഇവിടെ ഉണ്ട്. അതിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളതുണ്ട്, ചിലത് ഫോർവേഡ് ആയി കിടപ്പുണ്ട്. നമ്മൾ ഇതിൽ EL ആണല്ലോ നമുക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഏതാണ്? 31/10/2016 വന്ന അപ്ഡേഷനാണ് നമ്മൾ ആദ്യം ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. 2 അപ്ഡേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് 31/10/2016 ആണ്. മറ്റേ ക്യാൻസലേഷന്റെ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴേ അത് ഇവിടെ തെളിഞ്ഞു വരികയുള്ളൂ. ഈ കിടക്കുന്നത് HPL ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ELന്റെ ഒരു അപ്ഡേഷനേ ഇവിടെ വന്നിട്ടുള്ളൂ. നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ റീസൺ ഫോർ കാൽക്കുലേഷൻ കൊടുക്കുകയാണ്. റീകാൽക്കുലേഷൻ കൊടുത്തു. ഫോർവേഡ് ഫോർ അപ്രൂവൽ. ആർക്കാണ് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്? DDOയ്ക്ക് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. സക്സസ്ഫുള്ളി ഫോർവേഡഡ് ദ റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ അപ്ഡേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അത് ഫോർവേഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത് DDOയുടെ ലോഗിനിലേക്കാണ്. DDOയുടെ ലോഗിനിൽ ചെന്നിട്ട് ഈ ക്യാൻസലേഷൻ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യണം നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ELന്റെ അപ്ഡേഷൻ കൂടി നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വീണ്ടും നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ചെല്ലുന്നു. ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ്. നമുക്കറിയാം 2 അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളിപ്പോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതായത് 103 ലീവുകൾ കിടക്കുന്നതാണ് നമ്മൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതും കൂടി ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരെണ്ണം മാത്രമേ കിടപ്പുള്ളൂ, ഈ 103 ലീവിന്റെ. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുകയാണ്? ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ അടുത്ത ലീവ് നമുക്ക് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് DDOയുടെ ലോഗിനിലേക്കാണ്.